2026 ജനുവരി മാസത്തിൽ തിയേറ്ററുകളിലെത്തിയ 13 മലയാള സിനിമകളും അതിൽ വിജയിച്ച പടങ്ങളും പരാജയപ്പെട്ട സിനിമകളെയും കുറിച്ചും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ പടം റോമയുടെ തിരിച്ചുവരവ് എന്ന് പറഞ്ഞ വെള്ളയപ്പൻ സിനിമയാണ്. സിനിമ ഫ്ലോപ്പായിരുന്നു. രണ്ടാമത്തെ ചിത്രം നിഖില വിമൽ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു പെണ്ണുകേസ്. ഉയർന്ന പ്രതീക്ഷയോടെ എത്തിയെങ്കിലും മിക്സഡ് പ്രതികരണങ്ങൾ കാരണം തുടർന്ന് ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു പോയ സിനിമയാണ് പെണ്ണുകേസ്. അടുത്ത പടം ചത്താപച്ച. അർജുൻ അശോകൻ, റോഷൻ മാത്യു എന്നിവർ അഭിനയിച്ച മമ്മൂട്ടി ഗസ്റ്റ് റോളിലെത്തിയിരുന്ന സിനിമയാണ് ചത്താപച്ച. നല്ല ഫസ്റ്റ് ഹാഫ് ആയിരുന്നെങ്കിലും മമ്മൂട്ടിയുടെ കഥാപാത്രവും ഡയലോഗും സ്ലാങ്ങും രണ്ടാം പകുതിയെ ബാധിച്ചു. ചിത്രം പ്രതീക്ഷിച്ചതിന് അത്ര വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. കട്ടപ്പനയിലെ ഹൃതിക് റോഷന് ശേഷം നാദൃശയും വിഷ്ണു ഉണ്ണികൃഷ്ണനും ചേർന്ന സിനിമയായിരുന്നു മാജിക് മഷ്റൂം. ചിത്രം തിയേറ്ററിൽ പരാജയമായിരുന്നു. അടുത്തത് വലതുവശത്തെ കള്ളൻ. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ബിജു മേനോനും ജോജോ ജോർജ് എന്നിവർ അഭിനയിച്ച ചിത്രമായിരുന്നു. തിയേറ്ററിൽ ശരാശരി വിജയത്തിൽ ഒതുങ്ങിയ സിനിമയാണ് വലതുവശത്തെ കള്ളൻ. അടുത്ത ചിത്രം പ്രകമ്പനമാണ്. വലിയ പ്രമോഷനുകളില്ലാതെ തിയേറ്ററിലെത്തിയ മികച്ച അഭിപ്രായം നേടിയ സിനിമയാണ് പ്രകമ്പനം. ഇതൊരു ഹൊറർ കോമഡി ജോണറിൽ വന്ന സിനിമയാണ്. സാഗർ സൂര്യ, ഗണപതി, അൽ-അമീൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമയാണ് പ്രകമ്പനം. അടുത്തത് നിവിൻ പോളിയെ കഥാപാത്രമാക്കി ലിസ്റ്റൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്ത ബേബി ഗേൾ ആണ്. ഗരുഡൻ എന്ന സിനിമയ്ക്ക് ശേഷം അരുൺ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് ബേബി ഗേൾ. ചിത്രം തിയേറ്ററിൽ പരാജയമായിരുന്നു. സർവ്വമായം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം നിവിൻ പോളി അഭിനയിച്ച് വിജയിക്കുമെന്ന പ്രതീക്ഷയോടെ വന്ന സിനിമയായിരുന്നു ബേബി ഗേൾ. പക്ഷേ തിയേറ്ററിൽ പരാജയപ്പെട്ടു. മറ്റു പരാജയ ചിത്രങ്ങൾ കണിമംഗലം ഗോകുലകം, ക്രിസ്റ്റി, പുഷ്പാങ്കൻ്റെ സ്വയംവരം, ഒരു വയനാടൻ പ്രണയകഥ, പഴുത്, രുദ്ര.